ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +2ൻ്റെ 2024 മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്കിപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഈ വർഷത്തെ 2024 +2ൻ്റെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡിജി ലോക്കറിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലായി നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുക. സോ അപ്പോൾ ഏറ്റവും പൊക്കത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ കാണാൻ പറ്റും. സോ ആ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്കിതിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളതിൽ സൈൻ ഇൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നിങ്ങളവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ ആ OTPയും കൂടി നിങ്ങളതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. സോ OTPയും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡിജി ലോക്കറിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. സോ ഇൻ്റർഫേസിൽ നിങ്ങൾക്കവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ നിങ്ങൾ കേരള എന്ന് ലോഗിൻ ചെയ്യുക. സോ തുടർന്ന് നമുക്ക് എഡ്യൂക്കേഷൻ പോർട്ടൽ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് സെലക്ട് ചെയ്യുക. സോ +2 സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് ഈ ഒരു മാതൃകയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതുപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ഈ ഗ്രീൻ കളറൊന്നും ഉണ്ടായില്ല. ഇതൊരു മോഡലാണ്. ആൻഡ് ഈ സർട്ടിഫിക്കറ്റിലെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ വർഷത്തെ റീവാലുവേഷനൊക്കെ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഇതുള്ള വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് നിങ്ങളുടെ റീവാലുവേഷൻ്റെ മാർക്ക് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിൽ ആഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അത് നമുക്ക് ആഡ് ചെയ്യാൻ ഭയങ്കര അത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഓട്ടോമാറ്റിക്കലി ഇപ്പം നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റിൽ ആ മാർക്കും കൂടി ആഡ് ഓൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് രണ്ടാമത് ഇത് കമ്പൈൻ ചെയ്യാനോ ഒരാവശ്യവും വരുന്നില്ല. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.